നമസ്തേ. ഉത്സവം ക്ഷേത്രാചാര അനുഷ്ഠാനമാണോ? അതിനെപ്പറ്റി ഇപ്പോൾ കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. തന്ത്രിമാർ അവരുടെ അഭിപ്രായം പറയുന്നു, ഭക്തജനങ്ങൾ അവരുടെ അഭിപ്രായം പറയുന്നു. അങ്ങനെ അത് നമ്മുടെ മാധ്യമങ്ങളിലും ചർച്ച ചെയ്യപ്പെടുകയാണ്, കോടതികളിലും അതൊരു വിഷയമായി എത്തിയിരിക്കുകയാണ്. അപ്പോൾ പലരും അതിനെപ്പറ്റിയുള്ള ഒരു സംശയം എന്നോട് ഉന്നയിക്കാറുണ്ട്, ഫോണിലൂടെയും നേരിട്ടുമൊക്കെ. അപ്പോൾ ഇത്തവണത്തെ പ്രശ്നോത്തര മാലികയിൽ ആ വിഷയം പറയാമെന്ന് വിചാരിക്കുകയാണ്. അത് പറയാനുള്ള ആധികാരികത എനിക്കുണ്ടോ എന്ന് ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. ക്ഷേത്ര സംസ്കാരവുമായി ബന്ധപ്പെടുന്ന പ്രവർത്തികളിലായിരുന്നു വളരെ കാലങ്ങളായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങൾ ഏകദേശം 40-45 വർഷത്തോളം ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിയായും അതുപോലെ പല വിശേഷ കാര്യങ്ങൾ സംഘടിപ്പിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ധാരാളം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഞാൻ ക്ഷേത്ര സംസ്കാരത്തെപ്പറ്റിയും അതുപോലെ തന്നെ ക്ഷേത്രാരാധനയെപ്പറ്റിയും വിശദമായ പഠനം അതോടൊപ്പം ഗവേഷണവും നടത്തി 3 ഗ്രന്ഥങ്ങൾ രചിക്കുകയുണ്ടായി. അതിൽ 2 ഇംഗ്ലീഷിലാണ്. ടെമ്പിൾ കൾച്ചർ, ടെമ്പിൾ വർഷിപ്പ്, ഇത് 2 ഇംഗ്ലീഷിലാണ്. അതിൽ ടെമ്പിൾ വർഷിപ്പ് ഭാരതീയ വിദ്യാഭവൻ ബോംബെ അവരുടെ ബുക്ക് യൂണിവേഴ്സിറ്റിയാണ് പബ്ലിഷ് ചെയ്തത്. അത് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ ബർക്ക്ലി ലൈബ്രറിയിൽ വളരെ അപൂർവമായ ഗ്രന്ഥം ശേഖരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെ മലയാളത്തിലുള്ള ക്ഷേത്രാരാധന. ഇങ്ങനെ ഇതിൽ പഠനം നടക്കുമ്പോഴും അതുപോലെ തന്നെ ഗവേഷണം നടത്തുമ്പോഴൊക്കെ പല കാര്യങ്ങളും അതിനോട് ബന്ധപ്പെട്ടവരുമായിട്ട് സംസാരിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും സാധിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഈ ഗ്രന്ഥങ്ങൾ രചിച്ചത്. അപ്പോൾ ഒരു വലിയൊരു സ്റ്റഡി നടന്നതുകൊണ്ട് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം എന്താണ് എന്നുള്ളത് ഭക്തജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്ഷേത്രാചാരത്തിൽ പെടുന്നതാണോ ഈ ഉത്സവം? അങ്ങനെയാണെങ്കിൽ അത് അനുഷ്ഠാനമായിട്ട് വരികയും വേണം. അപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും ക്ഷേത്രോത്സവം അത് നമ്മൾ നടത്തുന്നത് കാണാറുണ്ട്, നമ്മൾ നടത്തിക്കാറുണ്ട്, നമ്മളതിൽ സന്തോഷപൂർവ്വം ഭാഗഭാക്കാവാറുണ്ട്. അതായത് ഇത് അടുത്ത കാലം മുതൽ തുടങ്ങിയതല്ല, എത്രയോ കാലങ്ങൾ മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ക്ഷേത്ര ചൈതന്യത്തിനെ വർദ്ധിപ്പിക്കാനായിട്ടാണ് ഉത്സവം നടത്തുന്നതെന്ന് പറയുന്നു. വിശ്വകർമ്മ്യം എന്ന ഗ്രന്ഥത്തിലാണ് അതിൽ പറയുന്നത്. ആചാര്യ തപസാംനായ ജപേന നിയമേന ച ഉത്സവ അന്നദാനേന ക്ഷേത്രഭ്യസ്തു പഞ്ചത. അതിലത് വ്യക്തമാക്കിയിട്ടുണ്ട്. 5 ഘടകങ്ങൾ വേണം ക്ഷേത്രത്തിൽ വിഗ്രഹ ചൈതന്യം നിലനിർത്താനായിട്ട്, വർദ്ധിപ്പിക്കാനായിട്ട്. ആചാര്യ തപസ്, അതായത് ക്ഷേത്രത്തിൻ്റെ തന്ത്രിയും മേൽശാന്തിയും ഒക്കെ ഒരു തപസ്വിയുടെ ഭാവത്തിലായിരിക്കണം. കാരണം അവരുടെ ആ ചൈതന്യം, ആർജിച്ച ചൈതന്യം വിഗ്രഹത്തിലേക്ക് സന്നിവേശിപ്പിക്കേണ്ടതുണ്ട്. ആംനായ ജപം, വേദമന്ത്രങ്ങൾ ജപിക്കേണ്ടതുണ്ട്. അതുപോലെ പ്രഭാഷണങ്ങൾ, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ, കീർത്തനങ്ങൾ, പാരായണങ്ങൾ, ഇതൊക്കെ അതിൽ പെടുന്നതാണ്. അതും ക്ഷേത്രത്തിൽ നടത്തേണ്ടതാണ്. നിയമേന ച, ഈ നിയമം എന്ന് പറയുന്നതാണ് ആചാരം, അനുഷ്ഠാനം. അതാണ് സംസ്കൃതത്തിൽ നിയമം എന്നാണ് പറയുന്നത്. നിയമം നിശ്ചയിക്കുക. എന്തൊക്കെയാണ് ഈ ക്ഷേത്രത്തിൽ ആചാരം, അത് അനുഷ്ഠിക്കേണ്ട ക്രമം എന്താണ് എന്നതിനെപ്പറ്റി ക്ഷേത്രം തന്ത്രി പ്രതിഷ്ഠ കഴിഞ്ഞ ഉടനെ ഭക്തന്മാരെ വിളിച്ചത് പറയാറുണ്ട്. അതിനാണ് നിയമം നിശ്ചയിക്കുക എന്നും പറയും. ഉത്സവ, അടുത്തത് ഉത്സവമാണ്. വർഷം തോറും അല്ലെങ്കിൽ പ്രത്യേക വിശേഷ ദിവസങ്ങളിലൊക്കെ ഉത്സവം നടത്തേണ്ടതാണ്. അതും ക്ഷേത്ര ചൈതന്യ വർദ്ധനവിന് ആവശ്യമാണ്. പിന്നെ അന്നദാനം, അന്നപ്രസാദം, പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ, ആഘോഷം നടക്കുമ്പോൾ അന്നദാനം ജനങ്ങൾക്ക് നൽകണം. അന്നം പ്രസാദമായിട്ട് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 5 ഘടകങ്ങളും പ്രവർത്തിക്കണം
ഒരു ക്ഷേത്രത്തിൽ. അപ്പോൾ ഉത്സവം എന്ന് പറയുന്നത് ആദ്യം തന്നെ എപ്പോഴാണോ ക്ഷേത്ര സംസ്കാരമുണ്ടായത്, എപ്പോഴാണോ വ്യക്തമായ ക്ഷേത്രാരാധന ക്രമപ്പെടുത്തിയത്, ആ ഘട്ടം മുതൽക്ക് തന്നെ ഉത്സവമുണ്ട്. അപ്പോൾ എങ്ങനെ അത് സംശയത്തിനിടയായെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ ആധികാരികമായ ഉത്സവത്തിനെപ്പറ്റി നമുക്ക് വ്യക്തമായി വിവരം കിട്ടുന്നത് തന്ത്രസമുച്ചയം എന്ന സംസ്കൃത ഗ്രന്ഥത്തിലാണ്, തന്ത്രശാസ്ത്ര ഗ്രന്ഥത്തിലാണ്. അതിൽ ക്ഷേത്രാരാധനയെപ്പറ്റി, അതിൻ്റെ ക്രമത്തെപ്പറ്റി, അതിൽ ജപിക്കേണ്ട മന്ത്രങ്ങളെപ്പറ്റി, കലശങ്ങൾ, നിരവധി കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അതിൽ ഒരു പ്രത്യേക അധ്യായമാണ് കുമാരബലിക്രമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ തന്ത്രസമുച്ചയത്തിന് മലയാളത്തിലൊരു പരിഭാഷയുണ്ട്. കുഴിക്കാട്ട് പച്ച, കുഴിക്കാട്ടില്ലത്ത് മഹേശ്വരൻ ഭട്ടതിരിപ്പാടാണ് രചിച്ചിരിക്കുന്നത്. അതിൽ ശ്രീകുമാര ബലിക്രമം എന്ന അധ്യായം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം. അതിൽ എങ്ങനെയാണ് ഈ ഉത്സവമുണ്ടായത് ക്ഷേത്രത്തിൽ എന്നുള്ളത്. സുബ്രഹ്മണ്യസ്വാമിയുടെ ആ അവതാരകാലം മുതൽക്ക് തന്നെ, ജന്മകാലം മുതൽക്ക് തന്നെ, ആ കാലഘട്ടത്തിൽ തന്നെ ഉത്സവത്തിൻ്റെ തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവന്മാർക്ക് ഭീഷണിയായ താരകാസുരനെ വധിക്കാനായിട്ട് സാക്ഷാൽ പരമേശ്വരൻ്റെ മകനായി സുബ്രഹ്മണ്യസ്വാമി ജനിച്ചു. ദേവന്മാരുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ താരകാസുരൻ്റെ വരം എന്താണെന്ന് വെച്ചാൽ ശിവസുതൻ ആവണം എന്നെ വധിക്കേണ്ടത്. അന്ന് സതീദേവി അഗ്നി സമാധി നടത്തിയതിന് ശേഷം പരമശിവൻ അവിവാഹിതനായി കഴിയുന്ന കാലം. അപ്പോൾ ആ സമയത്ത് ഒരിക്കലും അങ്ങനെ ഒരു സുതനുണ്ടാവാനുള്ള സാധ്യതയില്ല. അത് കണ്ടറിഞ്ഞിട്ട് തന്നെയാണ് താരകാസുര വരം സ്വീകരിച്ചത്. പക്ഷേ അതിനുള്ള മാറ്റങ്ങൾ വന്നു. സതീദേവി പാർവതീദേവിയായി പുനർജനിച്ചു. അങ്ങനെ പാർവതീദേവിയെ ഭഗവാൻ വിവാഹം കഴിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് ദേവന്മാരുടെ അപേക്ഷയുണ്ടായത്. അങ്ങനെ സുബ്രഹ്മണ്യ ജനനത്തിന് കാരണമായി തീർന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ദേവസേനാധിപനായി അവരോധിച്ചു സുബ്രഹ്മണ്യസ്വാമി. 6 വയസ്സ് പ്രായത്തിലാണ്. അങ്ങനെ സർവ്വദേവതമാരുടെയും ചൈതന്യത്തെ സുബ്രഹ്മണ്യസ്വാമിക്ക് നൽകി. ശക്തിവേൽ നൽകി അഗ്നിദേവൻ, മറ്റുള്ള ആയുധങ്ങളും ഒക്കെ നൽകി. അതിനുശേഷം താരകാസുരനോട് യുദ്ധം നടത്താൻ ദേവകളുടെ സേനാധിപനാകണമെന്ന് അഭ്യർത്ഥിച്ചു. സുബ്രഹ്മണ്യസ്വാമിയെ സമ്മതിച്ചു. അങ്ങനെ അസുരന്മാരുമായിട്ട് വളരെ ശക്തമായ യുദ്ധം നടന്നു. അതിൽ താരകാസുരനെ വധിച്ചു. ദേവന്മാർക്ക് ഏറ്റവും അധികം സന്തോഷത്തെ പ്രദാനം ചെയ്തു. ദേവന്മാർ സുബ്രഹ്മണ്യസ്വാമിയെ ജയാരവത്തോടുകൂടി എഴുന്നള്ളിച്ച് ആ ഘോഷയാത്രയോടുകൂടി ആ ദേവലോകത്ത് സഞ്ചരിച്ചു. ഈ സമയത്ത് അവരുടെ അഭ്യർത്ഥനയുണ്ടായി, അങ്ങയെ ഏറ്റവും ഉചിതമായ രീതിയിൽ ആഘോഷപൂർവം ഈ ദേവലോകത്ത് ദേവന്മാരുടെ വസതിയിലൂടെ ഒരു എഴുന്നള്ളിപ്പ് നടത്തണം. അങ്ങാണ് ഞങ്ങളെ രക്ഷിച്ചത്. ഇത് കേട്ടപ്പോൾ സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞു, ശരിയല്ല, ഈ വിജയത്തിന് കാരണം, അതുപോലെ എൻ്റെ ഈ ജന്മത്തിന് കാരണം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ്, കൂട്ടമായിട്ടുള്ള പ്രാർത്ഥനയാണ്. അതാണ് എൻ്റെ പിതാവിന് ഊർജം നൽകിയതും ഈ രീതിയിൽ എൻ്റെ സൃഷ്ടിക്ക് കാരണമായത്. അപ്പം അതുകൊണ്ട് ഈ ഉത്സവത്തോടുകൂടി ആരാധിക്കേണ്ടത് നിങ്ങളെയാണ്. എല്ലാ മനുഷ്യരും ദേവന്മാരെ പ്രീതിപ്പെടുത്തണം. അത് കൊല്ലത്തിലൊരിക്കൽ ഒരാഘോഷപൂർവ്വം ഒരു എഴുന്നള്ളിപ്പുണ്ടായിരിക്കണം. വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ വർഷത്തിൽ ക്ലുപ്തമായ കാലഘട്ടത്തിൽ ക്ഷേത്രമൂർത്തി ശ്രീകോവിലിൽ നിന്നും പുറത്തേക്ക് എഴുന്നള്ളി ജനസമൂഹത്തിലൂടെ കടന്നുപോയി അവരെയെല്ലാം അനുഗ്രഹിച്ച് മടങ്ങി വരിക എന്ന ആ ഒരു ജനകീയമായ അടിത്തറയുടെ അടിസ്ഥാനത്തിലാണ് ഉത്സവമുണ്ടായത്. ജനങ്ങളുടെ ആഘോഷമാണ് ഉത്സവം. ഭഗവാന്റെ ആഗമനം
ആ ശ്രീകോവിൽ നിന്ന് ഗ്രാമത്തിലേക്ക് വരുന്ന ആ സന്ദർഭവും നോക്കിക്കൊണ്ട് കഴിയുകയാണ് ഭക്തന്മാർ. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് കാണിക്കാനാണ് ഈ ഉത്സവം നടത്തുന്നത്. അതൊരു ജനകീയം എന്നൊരു അർത്ഥത്തിലും അതിനെ നമ്മൾ കാണേണ്ടതാണ്. താന്ത്രികവും അത് വൈദികവുമായ ക്രിയകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഭഗവാന്റെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പുണ്ടല്ലോ, അത് ജനകീയമാണ്. ജനങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചില ക്രിയകളൊക്കെ ഉണ്ട്, ചടങ്ങുകളൊക്കെ ഉണ്ട്. ഉത്സവം എഴുന്നള്ളിച്ച് പുറത്തേക്ക് വരുമ്പോൾ സങ്കടക്കാരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ആരുമില്ല, എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, അങ്ങോട്ട് തന്നെ പുറപ്പെടുകയാണ് ഭഗവാൻ. അങ്ങനെ ആ അസുരഗണങ്ങളുമായിട്ട് യുദ്ധം ചെയ്ത് അത് ചില അസുരന്മാർ വനത്തിലുള്ള കാട്ടിലെ ചെടികളുടെ ഇടയിലൊക്കെ ഒളിക്കാൻ തുടങ്ങി, മൃഗങ്ങളുടെ രൂപത്തിൽ. അപ്പോൾ അവരെ മുഴുവനും വേട്ടയാടേണ്ട ഒരു ഉദ്ദേശമുണ്ട്. അതാണ് പള്ളിവേട്ടയുണ്ടായത്. അസുരന്മാർ മൃഗങ്ങളുടെ രൂപത്തിലാണ് ഒളിച്ചിരിക്കുന്നത്. അവരെ അമ്പെയ്ത് കൊല്ലുക എന്നുള്ള ആ ചടങ്ങ്, അതാണ് പള്ളിവേട്ടിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്നാനം, ആറാട്ട് എന്നൊരു സ്നാനത്തോടുകൂടി ഉത്സവം അവസാനിക്കും. അത് എത്ര ദിവസം ഉത്സവം നടത്തണം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് വൈഷ്ണവ സംഹിതകളിലും ശിവാഗമങ്ങളിലും ശാക്തേയ തന്ത്രങ്ങളിലുമൊക്കെ അത് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു ഉദാഹരണം, 1, 2, 3 ഉദാഹരണങ്ങൾ പറയാം. സുബ്രഹ്മണ്യസ്വാമി തന്നെ രചിച്ച ദേവാഗമം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും വിധിനിർണയം എന്ന ഗ്രന്ഥത്തിലും അദ്ദേഹത്തിൻ്റെ പ്രധാന വിഷയം ജ്യോതിഷമാണ്. അതിലും ക്ഷേത്രസംബന്ധമായ കാര്യങ്ങളും ഉത്സവം എന്ന് തുടങ്ങണം, ഏത് തിഥിയിൽ നിശ്ചയിക്കണം തുടങ്ങിയ നിരവധി നക്ഷത്രം ഏതായിരിക്കണം, ഏത് മാസത്തിലായി, ഇതൊക്കെ നിശ്ചയിക്കപ്പെടുന്നത് സുബ്രഹ്മണ്യസ്വാമിയാണ്. ജ്യോതിഷ പണ്ഡിതനാണ്. അങ്ങനെയാണ് ദൈവജ്ഞൻ്റെ ആ സാന്നിധ്യം കൂടി ക്ഷേത്ര കാര്യങ്ങളിൽ ഉണ്ടാവണം എന്ന് പറയാനുള്ള കാരണം. അങ്ങനെ ആ ഉത്സവത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഉത്സവം എന്ന ശബ്ദത്തിന് ആനന്ദത്തെ സൃഷ്ടിക്കുക എന്നാണ് അർത്ഥം. ഉത്തര കാരണാഗമനത്തിൽ പറയുന്നത് ഉത്സവം മംഗളകാരണമാണ് എന്നാണ്. പുരുഷോത്തമ സംഹിതയിൽ ഉത്കൃഷ്ടമായ ത്യാഗം എന്ന് പറയുന്നു. ഈശ്വര സംഹിതയിൽ വിഘ്നവിനാശനത്തിനാണ് ഉത്സവം നടത്തുന്നതെന്ന് പറയുന്നു. അനിരുദ്ധ സംഹിതയിൽ ദുരന്തത്തെ അതിജീവിക്കാൻ വേണ്ടിയാണ്, പ്രകൃതി കോപങ്ങളൊക്കെ ഉണ്ടാവുന്ന ദുരന്തത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ്. വൈദിക താന്ത്രിക ക്രിയാദികളിലൂടെ ക്ഷേത്രമൂർത്തിയെ പരമാനന്ദാവസ്ഥയിലെത്തിച്ച് അതിലൂടെ ആനന്ദാവസ്ഥയെ ജനങ്ങളിലെത്തിക്കുക എന്ന പ്രക്രിയയാണ് ഈ ഉത്സവത്തിലൂടെ നടക്കുന്നത്. ഉത്സവ ലക്ഷ്യം എന്താണ് എന്ന് പുരുഷോത്തമ സംഹിതയിൽ പറയുന്നു. പ്രകൃതി കോപം, ഭൂകമ്പം, ക്ഷാമം തുടങ്ങിയ ദുരന്തങ്ങൾ ഇല്ലാതാവാൻ വേണ്ടി വർഷം തോറും ഉത്സവം നടത്തണം എന്ന് പറയുന്നു. പിന്നെ ധർമാർത്ഥ കാമമോക്ഷവും അത് മനുഷ്യൻ്റെ ലക്ഷ്യമാണല്ലോ, അതിനും ഉത്സവം അത്യാവശ്യമാണ് എന്ന് പറയുന്നു. പിന്നെ പൂർവ്വകാരണാഗമത്തിൽ ആയുഷ് ദീർഘായുസ് ലഭിക്കാനും അതുപോലെ യശസ്സ് വർദ്ധിക്കാനും സൗഭാഗ്യം ലഭിക്കുവാനും എല്ലാവിധ ആഗ്രഹങ്ങൾ സാധിക്കാനൊക്കെ ഉത്സവം നടത്തിയിരിക്കണം എന്നാണ് ഈ സംഹിതയിലും ആഗമശാസ്ത്രങ്ങളിലും പറയുന്നത്. അത് നമ്മൾക്ക് എങ്ങനെ അവഗണിക്കാൻ സാധിക്കും? എത്രയോ കാലങ്ങൾക്ക് മുമ്പാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ നിർദ്ദേശം. അത് പിന്നീട് ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വൈഷ്ണവം, ശൈവം, ശാക്ത അതിൽ കൂടെ നമ്മളിലേക്ക് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഉത്സവം ഒരു ക്ഷേത്രത്തിൻ്റെ അനിവാര്യമായ ആചാരാനുഷ്ഠാനത്തിൽപ്പെട്ടതാണ്. അതിൻ്റെ ക്ഷേത്രം തന്ത്രിമാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഇടപെട്ടത് ഇല്ലാതാക്കാൻ സാധ്യമല്ല. അത് നടത്തിക്കൊണ്ടുപോകാനേ പറ്റുള്ളൂ. ആ സംശയം തന്നെ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വ്യക്തമല്ല. ഉത്സവം ആചാരമല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ പൂർവികന്മാരെ ഉദ്ദേശിച്ചാണെങ്കിൽ അവരൊക്കെ തെറ്റ് ചെയ്തവരാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? ഉത്സവം ജനക്ഷേമകരമാണ്. രാജാവിനും പ്രജകൾക്കും സുഖം നൽകുന്നതാണ് ഉത്സവം. അത് സുബ്രഹ്മണ്യസ്വാമി തന്നെ പറയുന്നുണ്ട്. 3 ദിവസം നടത്തിയ ഉത്സവത്തിൻ്റെ ഗുണം എന്താണ്? 5 ദിവസം ഉത്സവം നടത്തിയാലുള്ള ഗുണം എന്താണ്? 7 ദിവസം നടത്തിയാൽ എന്താണ്?
9 ദിവസം നടത്തിയാലെന്താണ്? ഇങ്ങനെ ദിവസക്കണക്കിൽ ഉത്സവം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളെപ്പറ്റി പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഉത്സവം നിശ്ചയിച്ചു കഴിഞ്ഞാൽ നിശ്ചയിക്കുന്നതും ദേവൻ്റെ നക്ഷത്രവുമായി ബന്ധപ്പെടുത്തി ആ നക്ഷത്രമോ അല്ലെങ്കിൽ ആ തിഥിയോ വരുന്ന അടുത്ത വർഷം തന്നെ ആയിരിക്കണം നടത്തേണ്ടത്. ഇംഗ്ലീഷ് തീയതി നിശ്ചയിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ പല ക്രിയകൾക്കും ഒരു തീയതി നിശ്ചയിക്കുമ്പോൾ അതിൻ്റെ ആ നക്ഷത്രത്തിനെയോ തിഥിയോ ആശ്രയിച്ചിട്ടല്ല പലരും ചെയ്യുന്നത്. പെട്ടെന്ന് ഓർമ്മ വരാനായിട്ട് ഇംഗ്ലീഷ് തീയതിയാണ്. അത് ശരിയല്ല. അത് ശാസ്ത്രീയമായും ചിന്തിക്കുമ്പോഴും അത് ശരിയല്ല. അതും ഒരു ആചാരവിരുദ്ധമാണ് എന്ന് പറയേണ്ടി വരും പലപ്പോഴും. അവിടെ എങ്ങനെ ഇംഗ്ലീഷ് തീയതി നമുക്ക് എടുക്കാൻ പറ്റും? വ്യക്തമായി പ്രശ്നചിന്ത ചെയ്ത് ആ ഒരു മുഹൂർത്തം നിശ്ചയിച്ച് പ്രതിഷ്ഠ നടത്തി ദേവന് ചൈതന്യം വരുത്തി അവിടെ വെച്ചിട്ടാണ് അടുത്ത വർഷം ആ പ്രതിഷ്ഠാദിനം എപ്പോഴാണെന്നുള്ളത് നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഈ പ്രതിഷ്ഠിച്ച മാസത്തിൽ തന്നെ പ്രതിഷ്ഠിച്ച ആ നക്ഷത്രത്തിൽ തന്നെ അത് വേണം എന്ന് തന്ത്രി പറഞ്ഞാൽ പിന്നെ അതിന് വ്യത്യാസപ്പെടുത്താൻ സാധ്യമല്ല. അത് അങ്ങനെ ചെയ്താൽ അത് ആചാരവിരുദ്ധമാണ്. അപ്പോൾ ഉത്സവം വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ്. അത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളാണ് നടത്തുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയല്ല, ജനങ്ങളാണ് ഉത്സവം നടത്തുന്നത്. അതിൽ എല്ലാ തരത്തിലുള്ള ആ ഭക്തിസംവർദ്ധകമായ കലാപരിപാടികൾ അതാണ്. സാമൂഹ്യമായ പരിപാടികൾക്കല്ല പ്രസക്തി അവിടെ, ഭക്തി വർദ്ധിപ്പിക്കാനുള്ളതാണ്. അത് ഒത്തൊരുമയോടുകൂടി എല്ലാവിധ ശത്രുതയും മറന്ന് ആ ഉത്സവത്തിൽ പങ്കുചേരണം എന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം.